2 മാസമായി മുടങ്ങിയ കുടിവെള്ളം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫറോക്ക് മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ ജനങ്ങൾ. എന്നാൽ കുടിവെള്ള വിതരണം തൽക്കാലം 2 മാസത്തേക്ക് എന്നതാണ് മുനിസിപ്പാലിറ്റി തീരുമാനം. താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്ന് ജനങ്ങളും. ഈ വെള്ളമില്ലാത്തടത്ത് എല്ലാവരും കുടിവെള്ളം എത്തിക്കാനാണ് നോക്കുന്നത്. വെള്ളം വെളിച്ചം അതാണ് നമുക്ക് ഏറ്റവും വലിയത്. അത് നിങ്ങൾ മുടക്കിയാലെങ്ങനെ? അത് മുടക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്. ഇപ്പോൾ ഈ അടുത്തായിട്ട് കുടിവെള്ളം കിട്ടണില്ല. ജപ്പാൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ജപ്പാൻ എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷെ അതാണ് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമുക്ക് ഈ വെള്ളം ഇല്ലാഞ്ഞാൽ ഒരു കാര്യം നൽകി. ഇന്നത്തെ കാലത്ത് വെച്ചാൽ വെള്ളവും അങ്ങനത്തെ സാധാരണ ആവശ്യമുള്ള സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ അതുപോലും ഞങ്ങൾക്ക് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. ഇപ്പോൾ 2 മാസമായി വെള്ളം വന്നിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് കുടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ജപ്പാൻ്റെ വെള്ളം വെച്ചാൽ 3-4 ദിവസം പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വെള്ളമില്ല. ഇനി ഇതിനൊരു ബുദ്ധിമുട്ട് സഹിക്കാനില്ല. ഇവർ ചെല്ലുമ്പോൾ രാഷ്ട്രീയവും 2 കൂട്ടരും കളിക്കുക. അപ്പം ജനങ്ങൾക്ക് വെള്ളം വേണമല്ലോ. ഒരാഴ്ച മുമ്പ് വരെ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ 10ഓളം ഡിവിഷനുകളിൽ ഇതായിരുന്നു സ്ഥിതി. 50 വർഷമായി ലഭിച്ചിരുന്ന കുടിവെള്ളം 2 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ മുടങ്ങുന്നു. എന്നാൽ ജനം TV വാർത്ത നൽകി ദിവസങ്ങൾക്കകം തന്നെ കുടിവെള്ളവും എത്തി. ആദ്യകാലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കയ്യിലായിരുന്നു ഈ കണക്ഷനുകൾ. പിന്നീട് അത് മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറി. മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം കുടിവെള്ള വിതരണം തൽക്കാലം 2 മാസത്തേക്ക് എന്ന രീതിയിലാണ്. ഇതിനുശേഷം ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ചായിരിക്കും വിതരണം. എന്നാൽ അതിന് ഒരു നിശ്ചിത തുക ഈടാക്കും. വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ മുനിസിപ്പാലിറ്റി തന്നെ 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നായിരിക്കും തുടർ നടപടി. എന്നാൽ ജനങ്ങളുടെ ആവശ്യം തങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന കുടിവെള്ളം തുടർന്നും സൗജന്യമായി തന്നെ ലഭിക്കണം എന്നതാണ്. ജനം, കോഴിക്കോട്.